അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. സൗന്ദര്യമുള്ളവളല്ല, സമ്പത്തുള്ളവളല്ല, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾ ഉള്ളവളല്ല. ഏറ്റവും നല്ല പെണ്ണ് നീ അവളുടെ മുഖത്ത് നോക്കിയാൽ, നിന്റെ ഭാര്യയുടെ മുഖത്ത് നീ നോക്കിയാൽ അന്നേരത്ത് നീ ഹാപ്പിയാകും, അന്നേരത്ത് നീ സന്തോഷവാനാകും. അങ്ങനെയുള്ളൊരു ഭാര്യ നിനക്കുണ്ടോ? അതാണ് ഏറ്റവും നല്ല ഭാര്യ. മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ പറയുക, ഞങ്ങൾ പഠിപ്പിക്കുക. ആലോചിച്ച് നോക്ക്, ബീവി ഖദീജ പോരാ, നീ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കും. നിനക്ക് വിരോധമുള്ള, നിനക്ക് വെറുപ്പുള്ള ഒരു കാര്യത്തിലും അവൾ സമ്പത്ത് ചെലവഴിക്കില്ല. അവളുടെ ശരീരവും അവളുടെ മനസ്സും അവളുടെ ആരോഗ്യവും അവളുടെ സമ്പത്തും എല്ലാം ഭർത്താവായ നിനക്കെതിരായി അനുകൂലമായി മാത്രം വിനിയോഗിക്കുന്നവൾ, അവളാണ് യഥാർത്ഥത്തിൽ നല്ല ഭാര്യ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മുതലാളിയായിരുന്നു, പ്രമാണിയായിരുന്നു, വലിയ സമ്പന്നയായിരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഖദീജത്തുൽ കുബ്ര. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വർണ്ണാത്തേരി ഓളി നികരേറും മണിമച്ചിൽ സ്വർണ്ണ താമരകത്തി സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. മക്കാമണലിന്റെ മധുരം കൂടിയ രാജാത്തി, മങ്കാമണികളിൽ കഞ്ചകമേറിയ മുഞ്ചത്തി. മക്കാമണലിന്റെ മധുരം കൂടിയ രാജാത്തി, മങ്കാമണികളിൽ കഞ്ചകമേറിയ മുഞ്ചത്തി. മണ്ണും പിന്നോ വീരു ഗുരുവായ മുഹമ്മദ് മുസ്തഫ മെഹറിനാശിച്ചുള്ളൊരു ദൗജത്ത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സൗർ ഗുഹായിൽ പോയിരുന്നു മുത്തുനബി. തൗഹീദിന്റെ പ്രാരംഭ പ്രബോധന പ്രവർത്തനങ്ങളുമായി ജിബ്രീൽ വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റാ ബിസ്മി റബ്ബികൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റാ റബ്ബുകൽ അക്രം الذي علم بالقلم علم الإنسان ما لم يعلم. ശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ സൂറത്തുകൾ അവതരിച്ചു നബിക്ക് പേടിച്ചു പോയി. അല്ലാഹു റസൂൽ വിറച്ചു ചെന്നു. ഖദീജ എന്നെ ഒന്ന് പുറപ്പെട്ടു, വിറയ്ക്കുന്നുണ്ട്, പനിക്കുന്നുണ്ട്, വിഷമമാണ് ഖദീജ. സമ്മിലൂനി ഖദീജ, വേഗമാകട്ടെ, എന്നെ പുതച്ചു മൂട് ഖദീജ എന്ന് പറഞ്ഞു മഹാത്മാവായ നബി. അവിടുന്ന് ഖദീജ ബീവി പറഞ്ഞു, വിഷമിക്കല്ലേ നബിയെ, പ്രയാസപ്പെടേണ്ട നബിയെ, ടെൻഷൻ അടിക്കേണ്ട നബിയെ. അവിടുന്ന് പാവങ്ങൾക്ക് അത്താണി നൽകുന്നവരാണ്, അവിടുന്ന് യതീമുകൾക്ക് സംരക്ഷണം നൽകുന്നവരാണ്, അവിടുന്ന് നന്മയുടെ വിളനിലമാണ് നബിയെ. മുതിർന്നവരെ അവിടുന്ന് ബഹുമാനിക്കാറുണ്ട്, ഫുഖറാക്കൾക്ക് അവിടുന്ന് ഭക്ഷണം നൽകാറുണ്ട്. അവിടുത്തേക്ക് അല്ലാഹു ഒരാപത്തും വരുത്തൂല, അവിടുത്തെ അല്ലാഹു വിഷമിപ്പിക്കൂല, അവിടുത്തെ അല്ലാഹു വേദനയാക്കൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന് വേണ്ട പ്രതിസന്ധി ഘട്ടത്തിൽ, തന്റെ ഭർത്താവിന് നേരിട്ട പ്രശ്നഘട്ടത്തിൽ പരിഹാരത്തിന്റെ പ്രതീക്ഷയാകുകയാണ്, ആശ്വാസത്തിന്റെ തേന്മഴയായി പെയ്യുകയാണ്. ആ
ആശ്വസിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. ഇതാണൊരു ഭാര്യ ഭർത്താവിന് നൽകേണ്ടത്. ഏതു പ്രശ്നത്തിൽ ചൂടായി വന്നാലും അതാ ഒരു വെള്ളം കോരിയൊഴിച്ച് തണുപ്പിക്കുന്നത് പോലെ, ചൂട് പിടിച്ച് കിടക്കുന്ന മരുഭൂമിയിൽ പടപടാന്ന മഴ പെയ്താൽ തണുക്കുന്നത് പോലെ, ഏത് പ്രശ്നത്തിൽ പെട്ട് വന്ന് ചൂടനായ ഭർത്താവ് വന്നാലും പൊന്നു പെങ്ങളെ, സരളമായി സരസമായി സ്നേഹമസൃണമായി നീ സംസാരിച്ച് വളരെ എളിമയോടെ താഴ്മയോടെ വിനയായി വർത്തമാനം പറഞ്ഞ് ആ ചൂട് പിടിച്ച ഭർത്താവിന്റെ ഹൃദയത്തിൽ ഒരു കുളിർമഴയായി, ഒരു തേന്മാരിയായി പെയ്തിറങ്ങാൻ നിനക്ക് കഴിഞ്ഞാൽ നീയാണ് ഏറ്റവും നല്ല ഭാര്യ.